ഇന്നലെ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നല്ലോ ഈ പാലക്കാട് നല്ലേപ്പുള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നടപടി എന്ന് പറയുന്നത് സ്കൂളിലെ. ഏതായാലും ആഘോഷം തടയാൻ വന്നവർ ഇപ്പോൾ ജയിലിലാണ്. അവരെ നിയമപരമായ നടപടികളിലൂടെ അതുവഴിക്ക് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, നോർത്തിലെ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് ഇവിടെയും അതൊന്ന് പയറ്റി നോക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ മറ്റേ സിനിമയ്ക്കകത്ത് മുകേഷ് പറഞ്ഞത് ഒത്തില്ല. കാരണം ഇവിടെ ആ പരിപാടി നടക്കില്ല. ആ പരിപ്പ് ഇവിടെ വേവില്ല സുഹൃത്തുക്കളെ. കാരണം ഇത് മണ്ണ് വേറെയാണ്. നിങ്ങൾ വന്ന ഇടം മാറിപ്പോയി എന്ന് മാത്രമേ വിശ്വ ഹിന്ദു പരിഷത്തുകാരോടൊക്കെ ക്രിസ്മസ് ആഘോഷമൊക്കെ മുടക്കാൻ വരുന്നവന്മാരോട് നമുക്ക് പറയാനുള്ളൂ. ഏതായാലും ഇന്ന് അവിടെ നല്ലേപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിൽ ഇന്ന് സൗഹൃദ കരോൾ സംഘടിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നാടിനെ വിഭജിക്കുന്ന വർഗീയതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഈ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നത്. അഭിജിത്ത് പാലക്കാട് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ വിവരങ്ങളുമാണ്. അഭിജിത്ത് ടെലിഫോൺ ലൈനിലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കാരണം അഭിജിത്തിൻ്റെ ക്യാമറാമാൻ മഹേഷ് ഏട്ടന് പനിയാണ്. അതുകൊണ്ട് അഭിജിത്ത് ടെലിഫോണിൽ ചേരുകയാണ് നമ്മളോടൊപ്പം. അഭിജിത്ത്, ഈ നോർത്തിലെ വേല ഇറക്കി നോക്കിയതാണ് പാലക്കാട് വന്നിട്ട് വിശ്വ ഹിന്ദു പരിഷത്തുകാർ. പക്ഷേ ഏറ്റില്ല, പിടിച്ചകത്തിട്ടു. ഇപ്പോൾ റിമാൻഡിലാണ് അവരുടെ ജില്ലാ സെക്രട്ടറി അടക്കമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇന്നവിടെ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ. അതായത് ഈ നാട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും കീഴ്പ്പെട്ടു പോകുന്ന ഇടമല്ല, ഇവിടെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് എല്ലാ ആഘോഷങ്ങളും ഒരുമയോടെ കൊണ്ടാടുന്ന ഒരു നാടാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അവരോട്. മനു, തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെത്തി ആഘോഷം തടസ്സപ്പെടുത്തിയത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി K. അനിൽകുമാർ, ബജ്രംഗൾ ജില്ലാ സംയോജക് V. സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വേലായുധൻ എന്നിവർ ചേർന്നാണ് ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയത്. അവർ ഭീഷണിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള ആഘോഷം ഇവിടെ നടത്തുന്നില്ല എന്നാണ് അവർ അധ്യാപകരോടും വിദ്യാർത്ഥികൾക്കെതിരെയും പറഞ്ഞത്. നമുക്കറിയാം, ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സ്കൂളിലും ഒക്കെ നടത്തുന്നതാണ്. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറില്ല. കാരണം ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ ഇത് RSS മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം, അവരുടെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ആഘോഷങ്ങളൊക്കെ തുടങ്ങിയതാണ്. അത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ പറഞ്ഞിട്ടാണോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറില്ല, അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാറന്മാർ ക്രിസ്മസ് ആഘോഷം മുടക്കാൻ എത്തിയത്? അങ്ങനെയാണോ പറഞ്ഞത്? ശ്രീകൃഷ്ണ ജയന്തി നമ്മള് അങ്ങനെ ആഘോഷിക്കാറില്ല. ഈ നാട്ടുകാരെല്ലാം ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നില്ല. ഓണം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ഉത്സവമല്ലേ? അതൊരു ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്ന ഒരു നാട്ടിൽ നിന്നിട്ടാണ് ഈ വെളുവെട്ടവന്മാർ ഈ വർത്തമാനം പറയുന്നത്. അതൊന്നും ഇവിടെ എനിക്ക് തോന്നുന്നേ ഈ UP സ്കൂളിൽ നിന്ന് കണ്ടപ്പോൾ ചിലപ്പോൾ UP എന്ന് വിചാരിച്ചു കാണാം കേട്ടോ ഇവര്. അല്ലെങ്കിൽ പിന്നെ ഇമാര് വർത്തമാനം പറയുമോ? അഭിജിത്തെ, മിക്കവാറും അത് തന്നെ ആവാനാണ് സാധ്യത. അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും പ്രതിഷേധത്തെ തുടർന്ന് പരാതിയെ തുടർന്ന് ചിറ്റൂർ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ കേസെടുത്തിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. അതേപോലെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പെരുമാറി, അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിനെ പ്രതിഷേധിച്ച് ഇന്ന് ഡിവൈഎഫ്ഐ ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതേപോലെ KSTയുടെ അധ്യാപകർക്കെതിരെയും ഇവർ പ്രതിഷേധം അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപക സംഘടനയായ ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനയായ KSTയുടെ നേതൃത്വത്തിലും ഇന്ന് പ്രതിഷേധം വൈകിട്ട് 4 മണിക്ക് ചിറ്റൂർ ആ സ്കൂൾ പരിസരത്ത് നടത്തുന്നുണ്ട്. ചിറ്റൂർ ഏരിയ സെക്രട്ടറി R. ശിവപ്രകാശാണ് അവരുടെ ഈ KSTയുടെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത്. മനു, ശരി അഭിജിത്ത്. ഏതായാലും ഈ നാടിൻ്റെ സമാധാനവും ഈ നാടിൻ്റെ മതേതരത്വം ഒക്കെ തകർക്കാൻ ഇറങ്ങുന്നവരാണ്. ആ പരിപ്പൊന്നും ഇവിടെ വേവുന്ന കാര്യമല്ല. അമ്മാരി പണിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുവാൻ വേണ്ട, ഇവിടെ നടക്കത്തില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. അത് എത്രയോ കാലങ്ങളായി ഈ മണ്ണ് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടെ വർഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ അങ്ങനെയൊന്നും അത്ര എളുപ്പം കഴിയില്ല. ഇപ്പോഴും മതനിരപേക്ഷതയുടെ മനസ്സ് ഉയർത്തിപ്പിടിക്കുന്ന കുറേ മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഈ നാട് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതും